ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂൺ ഗോഡസ് കൗച്ചസ് കുറേയായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്ന പേരാണ്. ഒരു തട്ടിപ്പ് സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ് അതിനെക്കുറിച്ചുള്ള മിക്ക വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത്. അവര് ഒരു ഓൺലൈൻ ബൊട്ടീക്കാണ്. സാധാരണ ഓൺലൈൻ ബൊട്ടീക്ക് പോലെയല്ല. അവരിങ്ങനെ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എവിടുന്നെങ്കിലും എടുത്തു കൊണ്ടുവന്നിട്ട് ഓൺലൈനിലൂടെ കാണിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയല്ല. അവർ സ്വന്തമായി ഡിസൈൻ ചെയ്ത, അതിന്റെ ഓണർ എന്ന് പറയുന്ന അനിത എന്ന് പറയുന്ന വ്യക്തിയാണ്. അവർ വലിയ ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ അവർ സ്വന്തമായി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പലതുണ്ട്. യൂട്യൂബ് പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയൊക്കെ ഉള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതിലൂടെയാണ് അവര് ഇത് ആളുകളിൽ എത്തിക്കുന്നത്. അവര് വെബ്സൈറ്റ് വഴി വിൽക്കുന്നു. അവര് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഡ്രസ്സ് അവർ തന്നെ മോഡലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നു. ഇത് കാണുന്ന ആളുകൾ ഇത് ഓർഡർ ചെയ്യുന്നു. അപ്പൊ അവര് ഒരു 3 മാസത്തിൽ, മിക്കവാറും ഒരു 3 മാസത്തിൽ തരാം എന്നുള്ള ഒരു കാലാവധി പറഞ്ഞിട്ട് അവർ ഓർഡർ എടുക്കുന്നു, ക്യാഷ് വാങ്ങി വെക്കുന്നു. എന്നിട്ട് അവരത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം തരുന്നില്ല, വർഷങ്ങളോളം തരുന്നില്ല. അപ്പോൾ ഒരു 3 മാസമൊക്കെ നമ്മൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു. പിന്നെ കിട്ടാതെ ആവുമ്പോൾ അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ 2 മാസം കൂടെ സമയം ചോദിക്കുന്നു. പിന്നെയും അവരോട് ചോദിക്കുന്നു. പിന്നെ അവർ തരുന്നില്ല. പിന്നെയും ചോദിക്കുന്നു. കുറെ ആയി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകളിലോ ഒക്കെ പോയിട്ട് കമന്റ് ചെയ്യും. ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ട് മാസങ്ങളായി അല്ലെങ്കിൽ ഇത്ര മാസമായി, എനിക്ക് ഇതുവരെ പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് അതിന്റെ അടിയിൽ പോയി കമന്റ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളയും. നമുക്ക് പിന്നീട് അവരുടെ ചാനലുകളിലൊന്നും പോയിട്ട് കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവരെ പിന്നീട് ഫോൺ ചെയ്യുകയാണെങ്കിൽ അവർ ഫോൺ എടുക്കാതെയാവുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു വർഷമോ 1.5 വർഷമോ ഒക്കെ കഴിയുന്ന സമയത്ത് അവർ നമുക്ക് ആ പ്രോഡക്റ്റ് അയച്ചു തരും. പക്ഷെ അത് അവർ കാണിച്ച പ്രൊഡക്റ്റുമായിട്ട് അവരുടെ റിവ്യൂ കിടക്കുന്ന കണ്ടറിയാം അവർ കാണിക്കുന്ന പ്രൊഡക്റ്റുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് പൊതുവെ ഇത്ര തട്ടിപ്പുകൾ നടക്കുമ്പോൾ, ഇത്രയും ഡിലേ വരുന്ന സമയത്ത് ആളുകൾ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളുകൾ ഇത് വാങ്ങുകയാണെങ്കിൽ അവർ റിവ്യൂ ആയിട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ധാരാളം വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ആ വീഡിയോസിൽ കണ്ടാൽ നമുക്കറിയാം അവർ പിന്നീട് അയച്ചു കൊടുക്കുന്ന പ്രോഡക്റ്റ് അവർ വേറെ ചെയ്തിട്ട് നമുക്ക് മോഡലായിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അവർ മോഡലായിട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ 10,000 അത്ര വില കൊടുത്ത് വാങ്ങാൻ മാത്രം ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഡിസൈൻ ആയിരിക്കും വാങ്ങുന്നത്. കുറെ അവർ അയച്ചു തരുന്നത് കുറെ ഒരു ലോക്കൽ ഫീലുള്ള ഡ്രസ്സുകളാണ് വീഡിയോയിലൊക്കെ കാണുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം അത് വാങ്ങി നോക്കിയിട്ടില്ല, എന്നാലും നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ആളുകള് തട്ടിപ്പാണ് എന്ന് വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും പിന്നെ ഇത് വാങ്ങാൻ കാരണം അവര് ചെയ്ത് ഇട്ട് നമുക്ക് കാണിച്ചിടുന്ന ഡ്രസ്സ് വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ടാണ് ആളുകൾ പിന്നെയും അതിന് അനുസരിച്ചുള്ള വില അതിനില്ലാത്തതുകൊണ്ട്, കുറഞ്ഞ വില ആയതുകൊണ്ട് ആളുകൾ നോക്കുമ്പോൾ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഇത്ര നല്ല ഡ്രസ്സ് എന്നുള്ളതിൽ പിന്നെയും ആളുകൾ പോയിട്ട് ഇത് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് പിന്നെയും ഡിലേ ആവുന്നു. പൊതുവെ ഇങ്ങനെ ഒരു ഡിസൈനർ സ്ഥാപനം നടത്തുമ്പോൾ അവരെടുക്കുന്ന ഓർഡർ കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ സ്റ്റാഫിനെ വെക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊന്നും ചെയ്യാതെ വർഷങ്ങളോളം ഡിലേ ആക്കുന്നത് അവർ ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള നടപടിയേ അല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഒക്കെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണെങ്കിലും അവരെയൊക്കെ ഈ ആളുകളെയൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയാണ് കമന്റിലും അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവര് വീഡിയോ ആയിട്ട് ഇടുമ്പോഴും ഒക്കെ പ്രതികരിക്കാറുള്ളത്. അല്ലെങ്കിൽ അവർ ഇന്റർവ്യൂ ആയിട്ട് ഇടുമ്പോഴും ഒക്കെ അവര് വേണമെങ്കിൽ വാങ്ങിയാൽ ഞാൻ പറയുന്നുണ്ടല്ലോ ഇത്ര സമയത്തിലേ തരുള്ളൂ എന്നൊക്കെ വളരെ പരിഹാസത്തോടു കൂടെ പറയുന്ന എത്രയോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അവര് തന്നെ പറയുന്ന കാര്യമുണ്ട്. എന്നോട് ആളുകൾ കമന്റ് ചെയ്ത് ചോദിക്കും, നിങ്ങൾ എന്താണ് നൂല് നൂറ്റിട്ടാണോ ഈ സംഭവം ഉണ്ടാക്കുന്നത്, ഇത്രയും വൈകാന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങളത് നൂല് നൂറ്റിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഞങ്ങൾ പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീടാണ് ഞങ്ങൾ അതിന്റെ തുണി നെയ്യാൻ കൊടുക്കുന്നത്, എന്നിട്ട് ഞങ്ങൾ തയ്ക്കുന്നത്, എന്നിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. എന്നിട്ട് അത് വരുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ മേലെ വേറെ പ്രൊഡക്റ്റ് ഒക്കെ വരുന്നതുകൊണ്ട് അതിൽ മീൻവെള്ളം വരെ ആവാൻ സാധ്യത ഒരിക്കലുണ്ടായി. എന്നിട്ട് മീൻവെള്ളമായിട്ട് ഞങ്ങൾ കുറേ പ്രൊഡക്റ്റ് ഒഴിവാക്കി. അങ്ങനത്തെയൊക്കെ വളരെ കസ്റ്റമേഴ്സിനെ എന്തോ പരിഹസിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് അവരുടെ പല ഇന്റർവ്യൂകളിലും തരുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഈ വിളിക്കുന്ന കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന കസ്റ്റമേഴ്സിനോട് അവരുടെ വെയർ ഹൗസ് കത്തിപ്പോയി, അവരുടെ പ്രൊഡക്റ്റിന് എന്തൊക്കെയോ സംഭവിച്ചു, ഇങ്ങനത്തെയൊക്കെ മുടന്ത ന്യായങ്ങൾ പറയുന്ന ഒരു രീതിയാണ് അവർക്ക് എപ്പോഴും ഉള്ളതെന്നാണ്. അപ്പൊ ഈ അടുത്ത ദിവസം അവരൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു. അവര് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വേറെ ചാനലുകാര് അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റഗ്രാം പേജുകാര് ഈ പ്രൊഡക്റ്റ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 100-200 രൂപ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇട്ടിട്ട് കൊടുക്കുന്നു. അപ്പൊ ആളുകൾ അത് വാങ്ങാൻ വേണ്ടി ക്യാഷ് കൊടുക്കുന്നു. എന്നിട്ട് അത് തട്ടിപ്പാവുന്നു. അവര് ആ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അവര് മൂൺ ഗോഡസ് ആണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ ബഹളം വെക്കുന്നു എന്നൊക്കെ രീതിയിൽ വളരെ ദേഷ്യത്തോടു കൂടി ഒരു വീഡിയോ ചെയ്യണ്ടായി. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ
ഇൻസ്റ്റഗ്രാമിൽ പേജുകളുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ വീഡിയോ എടുത്തിട്ട്, ഇപ്പൊ ഈ അനിത പറയുന്ന വ്യക്തി, ഉദാഹരണം പറയുകയാണെങ്കിൽ അനിത എന്ന് പറയുന്ന വ്യക്തി അവരുടെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തിട്ട് ഈ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടിട്ട് ഈ പ്രൊഡക്റ്റ് 200 രൂപയ്ക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, വില 200 രൂപയാണെന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഇത് കാണുന്ന ആളുകൾ അവർക്ക് പണം അയച്ചു കൊടുക്കും, 200 രൂപയൊക്കെ അയച്ചു കൊടുക്കും. കാരണം വലിയ വിലയുള്ള സാധനം 200 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ അയച്ചു കൊടുക്കും. അപ്പോൾ ആ പേജ് അവർ ബ്ലോക്ക് ചെയ്യും, ആ ക്യാഷ് നഷ്ടപ്പെടും. ഇത് ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചല്ല, എല്ലാ ബ്രാൻഡിന്റെ പേരിലും ഇത്തരം തട്ടിപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന സ്ഥാപനം ഒരിക്കലും ഇങ്ങനത്തെ തട്ടിപ്പല്ല ചെയ്യുന്നത്. അവരവരുടെ സ്വന്തം വെബ്സൈറ്റിൽ ആളുകൾ കയറി വാങ്ങുന്ന പ്രൊഡക്റ്റ് ആണ് ഈ പറഞ്ഞ സമയത്ത് കൊടുക്കാത്തത്. അവർ മനഃപൂർവ്വം തട്ടിപ്പ് നടത്താൻ വേണ്ടി സ്ഥാപനം ചെയ്യുന്നു എന്നല്ല പറയുന്നത്. പക്ഷെ അവർ കസ്റ്റമേഴ്സിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. അവര് കസ്റ്റമേഴ്സിനോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അവർ ആ പ്രൊഡക്റ്റ് സമയത്തിന് കൊടുക്കുന്നില്ല. ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഏറ്റവും വേണ്ടത് എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റിയാണ്. ഒരാളോട് പറഞ്ഞ സമയത്ത് ആ പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അല്ലെങ്കിൽ അതാണ് ഒരു ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിനെ നമ്മൾ കിങ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ഥാപനം നടത്തുന്നത്. അല്ലാതെ പണം എന്ന് കരുതിയിട്ട് സ്ഥാപനം നടത്തിയാൽ ഒരിക്കലും മുന്നോട്ട് പോയില്ല എന്നുള്ളത്. ഇപ്പൊ ഇത്ര വർഷം അവർ തട്ടിപ്പ് നടത്തി. അവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അവരൊരു ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ, അവരൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുറെ കാലം കഴിഞ്ഞിട്ട് അവർ വേറെ ഡിസൈൻ ഇടുന്നുള്ളൂ. അപ്പൊ ആ ഒരു ഡിസൈൻ അവര് ആളുകളുടെ മുന്നിൽ കാണിക്കുമ്പോൾ അവർക്ക് ഓർഡർ കിട്ടുന്നത് ഏകദേശം ഒരു ചുരിദാറിന് അവർക്ക് ഒരു 10,000 ഓർഡർ കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 10,000 ഓർഡർ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് 1,000 രൂപ, ഒരു 1,000 രൂപയുടെ ചുരിദാറാണെങ്കിൽ ഈ 10,000 ഓർഡറിന് അവർക്ക് ഒരു 1 കോടി രൂപ ഉണ്ടായിരിക്കും തോന്നുന്നു. അത്രയും രൂപ അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്കത് ആളുകൾക്ക് കൊടുക്കാനുള്ള മനസ്സില്ല, കൃത്യസമയത്ത് കൊടുക്കാനുള്ള മനസ്സില്ല എന്ന് പറഞ്ഞാൽ അതവർ ചെയ്യുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അശ്വി മലയാളം എല്ലാവർക്കും അറിയാം, അശ്വതി. അപ്പൊ അശ്വതി അവരുടെ ഡ്രസ്സുകളൊക്കെ, ഡിസൈനർ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രസ്സാണ്, കൃത്യസമയത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ആദ്യ കാലത്ത് ചെയ്തിരുന്നു. നല്ല ഡ്രസ്സാണ്, ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മൂൺ ഗോഡസിനെ കുറിച്ച് സ്ഥിരമായിട്ട് കംപ്ലൈന്റ് വരുന്ന സമയത്ത് അസ്വിക്കെതിരെയും ഒരുപാട് കമന്റുകൾ, മോശം കമന്റുകൾ വരാറുണ്ട്. അസ്വി ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനാ, അസ്വി ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനാ. അത് ഇന്ന് തുടങ്ങിയെന്നല്ല, ഈ മൂൺ ഗോഡസിനെ കുറിച്ച് എന്ന് കംപ്ലൈന്റ് തുടങ്ങിയോ ആ കാലം മുതൽ അസ്വിക്കും ഈ നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട്. പക്ഷെ അസ്വി ഒരിക്കൽ പോലും പ്രതികരിക്കാറില്ല എന്നുള്ളതാണ്. ഈ അസ്വി വെറുതെ ഇവരെ കയ്യിൽ പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്കല്ല ഈ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് കാണിച്ചു തരുന്നത്. അസ്വിയും ഈ അനിത എന്ന് പറയുന്ന വ്യക്തിയും ഭയങ്കര ചക്കര പോലത്തെ ഫ്രണ്ട്സ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ അസ്വി ഇപ്പൊ കുറേ കാലങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുകൊണ്ട് അസ്വി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. എന്ന് വെച്ചാൽ അസ്വിയുടെ ഭാഗം തെളിയിച്ചുകൊണ്ടൊരു വീഡിയോ. അസ്വിനെ നിങ്ങൾക്കറിയാം, ഭയങ്കര ക്യൂട്ടായിട്ട് ക്യൂട്ട്നെസ് വാരി വെതറി, അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ്, പഞ്ചാരയൊക്കെ കലക്കി സംസാരിക്കുന്ന ഒരാളാണ്. ഹായ് സുന്ദരീസ് എന്നൊക്കെ വിളിച്ച് ഭയങ്കര ക്യൂട്ടായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഈ അസ്വി എന്ന് പറയുന്നത്. അപ്പൊ അവന് ആദ്യം ചെയ്ത വീഡിയോ അങ്ങനെയായിരുന്നു. ഭയങ്കര പൊളൈറ്റ് ആയിട്ട്, ഭയങ്കര ക്യൂട്ടായിട്ട് ഒക്കെയാണ് ആ വീഡിയോ ചെയ്തത്. അപ്പൊ അസ്വി പറയുന്നുണ്ട്, എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അവളുടെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് കൃത്യസമയത്ത് കിട്ടാറുണ്ട്. അസ്വിക്ക് കൃത്യസമയത്ത് കിട്ടും. കാരണം അസ്വി വന്നിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് നല്ല ഡ്രസ്സാന്ന് പറഞ്ഞാലേ അവർക്ക് ഓർഡർ കിട്ടുള്ളൂ. അതുകൊണ്ട് അവർ കൃത്യസമയത്ത് കൊടുക്കും. പിന്നെ നമ്മളെപ്പോലെ ഇങ്ങനെ ഓർഡർ അയച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് ക്യാഷ് അയച്ചു കൊടുത്ത് മാസങ്ങളോളം കാത്തിരുന്നിട്ടായിരിക്കില്ലല്ലോ അസ്വി അത് വാങ്ങുന്നത്. അസ്വിയുടെ ഫ്രണ്ടിന്റെ കടയിലെ അസ്വി പോയിട്ട് ആ പ്രൊഡക്റ്റ് എടുത്തു കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ ഇടുന്നു. അതിന് കൃത്യസമയത്ത് കിട്ടുന്ന വലിയ മേന്മയായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അസ്വി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അവിടുന്ന് വാങ്ങണ്ട, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അവൾ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ ഭയങ്കര കൊഞ്ചി അസ്വി വന്നിട്ടൊരു വീഡിയോ ചെയ്തു. അതിനെതിരെ റിയാക്ഷൻ വീഡിയോക്കാരെ വളരെ ഈ അസ്വി ചെയ്ത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ, ഒരുപാട് വീഡിയോ വന്നപ്പോൾ അസ്വി വീണ്ടും കുറച്ചുകൂടെ വിപുലമായിട്ട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരണ്ടായി. അതിൽ അസ്വിക്ക് അത്ര ഈ ആദ്യത്തെ വീഡിയോന്റെ അത്ര കൊഞ്ചലൊന്നും ഇല്ല കേട്ടോ. വളരെ കുറച്ചുകൂടിയൊക്കെ ഒരു സ്റ്റേൺ ആയിട്ടാണ് അവരതിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ അനുഭവം ഒന്നും അവർക്കില്ല, ഞാൻ ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്തു. അസ്വിക്ക് നല്ല ഒന്നാന്തരം ഒരു ചാനൽ വേറെ ഉണ്ട്. ആ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാതെ അവരുടെ സെക്കൻഡ് ചാനലിൽ, അത്രയൊന്നും ഫോളോവേഴ്സ് ഇല്ലാത്ത സെക്കൻഡ് ചാനലിലാണ് അവർ ഈ വീഡിയോ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇത് ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കി, ഞാൻ ആളുകളോട് പറഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ വന്നിട്ട് നെഗറ്റീവ്, നിങ്ങൾ എന്താണ് അവരെ കുറിച്ചൊന്നും പറയാത്തത് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ഇന്ന ചാനൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം അവരുടെ സെക്കൻഡ് ചാനലിൽ ഈ മൂൺ ഗോഡസ് എന്നുള്ള പേര് പോലും മെൻഷൻ ചെയ്യാതെ, നിങ്ങൾക്കറിയാലോ ഈ ബൊട്ടിക്കുകാരെ കുറിച്ച് ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, അത് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഏത് ബൊട്ടിക്കാന്ന് പോലും
മനസ്സിലാകാത്ത വിധത്തിൽ അവരുടെ സെക്കൻഡ് ചാനലിൽ പേരിന് മാത്രം ഒരു വീഡിയോ ഇട്ടുവെച്ചു എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ വിഷയങ്ങൾ ഭയങ്കര കത്തി നിൽക്കുന്ന സമയത്ത് ഈ മൂൺ ഗോഡസ് ബൊട്ടിക്കിന്റെ അനിത ചെയ്ത വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ഇനി ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ട ആളുകൾ എൻ്റെ ചാനലിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവരെ ബ്ലോക്ക് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ആളുകളോട് പ്രതികരിക്കുന്നുണ്ട്. ആളുകൾ ഇത് കേട്ട് നല്ല തൃപ്തരായിട്ട് അതേപോലെ പോയിട്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അവർക്കെതിരെ വന്ന കംപ്ലൈന്റ് 486 കംപ്ലൈന്റ് ആണ് അവർക്കെതിരെ വന്നത്. അവര് ആളുകളെ പറ്റിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിനുണ്ടായിരിക്കും. കാരണം അവർ പറയുന്നത് അവർക്കൊരു ചുരിദാറിന്റെ മോഡൽ ഇടുമ്പോൾ തന്നെ അവർക്ക് 10,000 ഓർഡർ വരുന്നുണ്ട് എന്നാണല്ലോ. ഈ 10,000 ഓർഡർ അവർ 1 വർഷം 1.5 വർഷമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ച് കംപ്ലൈന്റ് ഉള്ളവർ ധാരാളം ഉണ്ടായിരിക്കും. അവരൊന്നും പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ഇതിനൊന്നും മെനക്കെടാൻ വയ്യ എന്ന് കരുതിയിരിക്കുന്നവരായിരിക്കും. എന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ 486 കംപ്ലൈന്റ് ആളുകൾ കൊടുത്തിട്ടുണ്ട്, ഇവർ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ആളുകൾ ഇവരല്ലാത്ത വേറെ ആരോ അവരുടെ വീഡിയോ എടുത്ത് നടത്തിയ തട്ടിപ്പൊന്നുമല്ല, അവര് ഡയറക്റ്റ് നടത്തിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഇത്രയും കംപ്ലൈന്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഈ പ്രൊഡക്റ്റ് 1000 രൂപയുടെ പ്രൊഡക്റ്റ് 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ പറയില്ലേ ഏലനക്കിപ്പട്ടീന്റെ ചെറുനക്കിപ്പട്ടി അല്ലെങ്കിൽ എരന്ന് തിന്നുന്നവനെ തുറന്നു തിന്നുന്നവെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇമാതിരി തട്ടിപ്പെടുത്തുന്നവരെ കുറിച്ച് പറയാനുള്ളൂ. അത് ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. വലിയ ബൊട്ടിക്കുകളുടെ വീഡിയോ എടുത്തിട്ട് ഒരു പേജ് ഉണ്ടാക്കി അതിൽ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ആളുകളെ പറ്റിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവരെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അതിന്റെ കംപ്ലൈന്റ് ഈ പറയുന്ന മൂൺ ഗോഡസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പക്ഷേ മൂൺ ഗോഡസ് വെറും തട്ടിപ്പ് എന്ന് പറയാവുന്ന, അവര് തട്ടിപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആളുകളുടെ ക്യാഷ് പറ്റിച്ചെടുക്കണമെന്നോ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല. പക്ഷെ അവരുടെ പ്രവൃത്തി അതൊരു തട്ടിപ്പിന് തുല്യമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. ഇപ്പൊ അവർക്ക് ഇത്രയും കംപ്ലൈന്റ് അവരെ കുറിച്ച് വന്നിട്ട് പോലും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കൂ, ഞാൻ നേരിടാം എന്നുള്ള അവസ്ഥ. നമ്മൾ ഒലീവിയയുടെ കേസിലും ഇത് കണ്ടിട്ടുള്ളതാണ്. ഇവർക്കൊക്കെ ഒരുപാട് ക്യാഷും അല്ലെങ്കിൽ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഇത്തരം തട്ടിപ്പുകൾ നടത്താമെന്നേ ഉള്ളൂ. എന്നാലും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക, ആളുകൾ ആളുകൾ എത്രയോ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇന്നത് ചെയ്തു തരുമോ, ഇന്ന ഡ്രസ്സ് വാങ്ങാം അല്ലെങ്കിൽ ഇന്നത്. അവര് കൂട്ടിവെച്ച കാശ്, എല്ലാവരും കയ്യിൽ കാശുണ്ടായിട്ട് കൊടുക്കുന്നതെന്നായിരിക്കില്ല. അവര് കൂട്ടിവെച്ച കാശ് എടുത്തിട്ടാണ് അവർ ഓരോന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നിട്ട് പോലും അവരെങ്ങനെ പറ്റിക്കുന്ന പ്രവൃത്തി ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ മൂൺ ഗോഡസിന്റെ ഡ്രസ്സുകൾ, അതിനെക്കുറിച്ച് അവരുടെ സ്വന്തം ഡിസൈനിനെ കുറിച്ച് പറയാം. അവര് നമുക്ക് വേറെ ഇത് കാണിച്ചു തരുന്ന ഡ്രസ്സുകൾ വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സുകളാണ്. അതിൽ ഇപ്പൊ ആളുകൾക്ക് ആ ഡ്രസ്സ് തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് മോഡലായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് അതേ മോഡലിൽ ഡ്രസ്സ് തയ്പ്പിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന എത്രയോ ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയുള്ള ഒരു ചാനലിൽ നാൻസി അങ്ങനെ പറഞ്ഞൊരു പെൺകുട്ടി ഈ മൂൺ ഗോഡസിന്റെ ഒരു ഡിസൈൻ എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്ന നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ടൈലർ എടുത്തോ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെയുള്ള ആളുകളോട് ഡിസൈൻ കാണിച്ചിട്ട് എനിക്ക് ചെയ്തു തരുമോ ചോദിച്ചാൽ ചെയ്തു തരുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നല്ലാതെ ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് തലവെച്ച് കൊടുക്കരുതെന്നേ പറയാനുള്ളൂ. ഈ കേസുകളൊക്കെ ഇത് സാധാരണ പോലെ പോവും. അവര് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് ഇത്രയും ആളുകളുടെ പരാതി ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ 486 ആക്കും. അപ്പൊ തന്നെ ഡ്രസ്സ് കൊടുക്കും. അതോടുകൂടെ കുറച്ചു കാലം ഇതൊക്കെ അടങ്ങും. പിന്നെ അവര് വർഷങ്ങളോളം പറ്റിക്കും. പിന്നെ കുറെ കാലം അവരുടെ പറ്റിപ്പ് കഴിയുമ്പോഴേ വീണ്ടും ഇത് കേസായിട്ട് വരുള്ളൂ. കാരണം അവര് ഇന്ന് തുടങ്ങിയതല്ല, അവരെ കുറിച്ച് നിരന്തരമായിട്ട് വർഷങ്ങളായിട്ടുള്ള വീഡിയോ യൂട്യൂബ് കിടക്കുന്നുണ്ട്. അവർ സമയത്തിന് പ്രൊഡക്റ്റ് തന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകളിൽ പോയിട്ട് നിങ്ങൾ പെടാതിരിക്കുക എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.